അവൈ ഷൺമുഖി എന്ന ഒരു കഥാപാത്രം നമ്മുടെ സുപ്രസിദ്ധ സിനിമാ നടനായ ഇന്ത്യൻ സിനിമാ നടൻ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, വിദേശത്ത് നമുക്ക് ഒരുപാട് ആരാധകരുള്ള നമ്മുടെ കമൽഹാസൻ്റെ ഒരു വലിയ കഥാപാത്രമാണ്. അദ്ദേഹം ഒരു പെൺവേഷം കെട്ടി, അത് കണ്ടാലൊന്നും അറിയത്തില്ല, കമൽഹാസനാണെന്ന് ആർക്കും കണ്ടാൽ തിരിച്ചറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുമ്പിലൊക്കെ തന്നെയാണ് ഇങ്ങനെ ഈ ഈ കഥാപാത്രം ആ സിനിമയിൽ ഇതുപോലെ തന്നെ വേഷം മാറി വരുന്നത്, ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ കഥാപാത്രം ഒരുപാട് പേരെടുത്തതാണ് അവൈ ഷൺമുഖി. ഇപ്പം നമുക്ക് എരഞ്ഞിപ്പാലം, കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഇതേപോലെ ഒരു അവൈ ഷൺമുഖിയെ കാണാൻ പറ്റി. ആ അവൈ ഷൺമുഖി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രഭാവതി അമ്മ എന്ന് പറയുന്ന വനിതയാണ്. അവർ വളരെ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു സ്ത്രീയാണ്. അല്ലെങ്കിൽ അതായത് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രവർത്തിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ അവരതിനെ ചെറുക്കും. അത് ശാരീരികമായിട്ടായാലും ശരി, വാക്കുകൾ കൊണ്ടായാലും ശരി, അവർ ചെറുക്കും. അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി. പലപ്പോഴും ഈ ഫുട്പാത്ത് നന്നായിട്ട് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫുട്പാത്തുകൾ, അവിടെ അതിന് സൈഡിൽ ഈ വേലി പോലെ, കമ്പി വേലി പോലെ തന്നെ വലിയ പൈപ്പിൻ്റെ ഇതിട്ടിട്ടുണ്ട്, വേലിയുണ്ട്. അപ്പോൾ അത് മനുഷ്യർക്ക് നടന്നു പോകാനുള്ളതാണ്, വേറെ ആർക്കുമല്ല. ഇപ്പം പലയിടത്തും ഇത് നായ കയ്യേറിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് എനിക്ക് ആ പുന്നയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തൂടെ അങ്ങനെ അതിലെ ആ ഫുട്പാത്തിലൂടെ നടന്നു പോകാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് ഒരു 10-15 നായ കിടക്കുന്ന കാണാം. അപ്പോൾ അതിലേക്ക് കൂടെ പേടിച്ചു പോകാതെ അങ്ങ് റോഡിലിറങ്ങി, വളരെ താഴോട്ട് ഇറങ്ങണ റോഡിൽ ഇറങ്ങിയിട്ട് വേണം അത് നടന്നു പോകാൻ. അവിടെ അത്ര ഇടുങ്ങിയ റോഡുമാണ്, ഭയങ്കര വാഹന ഗതാഗതം ഉള്ളതുമാണ്. ഒരു ഉദാഹരണം, അത് നായ കിടക്കുന്നത് കൂടാതെ ഓരോരുത്തന്മാരുണ്ടല്ലോ, ഈ വൃത്തികെട്ടവന്മാർ മോട്ടോർ സൈക്കിളും ഓടിച്ചുകൊണ്ട് വരും. ഒരിക്കൽ ഇതുപോലെ ഓടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഈ ഇത് കയറ്റി ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ മുമ്പിൽ ഉള്ള ആ ഭാഗത്ത്, അതേപോലെ തന്നെ ഈ റോഡിൻ്റെ സൈഡിലുള്ള ഈ ഫുട്പാത്തിൽ അവിടെയും വെയിൽ കെട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു സൈഡ് അവിടെ ഓപ്പണായി കിടക്കുന്ന ഭാഗത്തൂടെ ഒരുത്തൻ വണ്ടി ഓടിച്ചുകൊണ്ട്, ബൈക്കും ഓടിച്ചുകൊണ്ട് സ്പീഡിന് വരുന്നു. ഭാഗ്യത്തിന് ഞാൻ ഇടിയുള്ളതെ രക്ഷപ്പെട്ടതാണ്. അവനങ്ങ് പാസ് ചെയ്ത് പോവുകയും ചെയ്തു. പിന്നെ അന്ന് എനിക്ക് തോന്നിയില്ല ഇത് റെക്കോർഡ് ചെയ്യാനോ ഒന്നും. അത് കാരണം മൊബൈൽ അന്നേരം കയ്യിൽ ഇരിപ്പില്ല, ഇത് നോക്കണം, ആ നമ്പരും ഒക്കെ ഓർത്തെടുത്ത് വെച്ചിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ. പിന്നെ ഞാനങ്ങ് കളഞ്ഞു. നമ്മളിങ്ങനെ കളയും, അതാണ് പ്രശ്നം. നിയമലംഘനങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ കളയാൻ തയ്യാറാകരുത്. അതാണ് നമ്മളിവിടെ കണ്ടത്. എരഞ്ഞിപ്പാലത്ത് പ്രഭാവതി അമ്മ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഇതിലെ കൂടെ ഈ ഫുട്പാത്തിലൂടെ നടന്നു വരികയാണ്. ഒരുത്തനെ ഒരു സ്കൂട്ടറും കൊണ്ട് ഓടിച്ച് നേരെ അങ്ങോട്ട് ചെന്നു. അവർ തൂണു പോലെ അതിൻ്റെ നടുക്കങ്ങ് നിന്നു, മാറാൻ തയ്യാറായില്ല. നീ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, ബാക്കിലോട്ട് പോകാൻ പറഞ്ഞു. അവൻ പോകത്തില്ല. അവനെ ഈ സൈഡിൽ കൂടെ എടുത്തു പോകാൻ നേരത്ത് ആദ്യം പ്രഭാവതി അമ്മ കൈ കൊണ്ട് ഇങ്ങനെ തടഞ്ഞു. ആ കൈ കൊണ്ട് ആ വേലിയിൽ അങ്ങ് പിടിച്ചു. അപ്പോൾ അതിൽ പോകാൻ വയ്യാതെ വന്നപ്പം ഇവരുടെ ഇപ്പുറത്തൂടെ ഇടത്തൂടെ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ അവർ കാല് ആ പോസ്റ്റിനകത്തോട്ട് നീക്കിയിട്ട് തടഞ്ഞു. ഇവൻ എന്നിട്ട് അവരുടെ കാല് കയറ്റിന് അവർ പാദത്തിന് കഷ്ടിച്ചാണ് അത് കയറാതെ രക്ഷപ്പെട്ടത്. ആ സ്കൂട്ടറിൻ്റെ വീല് അത് കയറിപ്പോയനെ, ടയർ കയറിയനെ കാലിൽ. പ്രായമുള്ളൊരു സ്ത്രീയാണ്. പാദത്തിൽ ആ ടയർ കയറിയാൽ ആ വിരലുകൾ ഒടിഞ്ഞു പോകും, അതിൽ എല്ലുകൾ ഒടിയും, ഒരു സംശയമില്ല. അപ്പോൾ ഏതായാലും അത് പിന്നെ അപ്പോൾ അവർ മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ ക്യാമറ ഓണാക്കി ഇതിൻ്റെ പടം എടുക്കാൻ ശ്രമിക്കുന്നവന് മനസ്സിലായി അത് പ്രശ്നമാവുമെന്ന് തോന്നി കഴിഞ്ഞപ്പം അവൻ പറഞ്ഞ് ഞാനെ ഒന്ന് വളയ്ക്കട്ടെന്ന് പറഞ്ഞു. നീ വളച്ചതൊക്കെ മതി, നീ പുറകോട്ട് പോകാൻ പറഞ്ഞ്, നിൻ്റെ അടുത്ത് കയറി വരാൻ പറഞ്ഞിട്ടല്ലേ, നീ പുറകോട്ട് പോയി, ഞങ്ങൾക്ക് നടക്കാനുള്ള വഴിയായത്, നീ റോഡിൽ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ പുറകോട്ട് നീക്കി അവനെ ഇറങ്ങി റോഡിലൂടെ പോയി. യഥാർത്ഥത്തിൽ ഇവൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യേണ്ടതാണ് കേട്ടോ. കാരണം ഇത് റോഡിൽ കൂടെ വണ്ടി ഓടിക്കാതെ ആളുകളെ തോളിൽ കൂടെ വണ്ടി ഓടിക്കാൻ പോകുന്ന ഇവനെയൊക്കെ ഉണ്ടല്ലോ, വെറുതെ വിടരുത്. കാര്യം ഇത് ആളുകളെ ആരെ ഇടിച്ച അപകടം ഉണ്ടാവും. എന്നിട്ട് ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പം ഒരുത്തൻ അതിൽ നടന്നു വരുന്നുണ്ട് കേട്ടോ, അനങ്ങാതെ. എന്നാൽ ഇതെന്തോ തർക്കമൊന്നും പോലും നോക്കാതെ ആ ഫുട്പാത്തിൽ കൂടെ അവൻ അതും കഴിഞ്ഞിട്ട് അങ്ങ് പോയി. അവൻ്റെ പ്രശ്നമല്ലത്, നോക്കിക്കണം ആളുകൾ ചിന്തിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരുത്തൻ പോന്നു, ഈ സ്ത്രീ മാത്രം ഇതിനെ തടസ്സം ചെയ്യുന്നു. ഇങ്ങനെ ഇതെന്താ കാര്യം, എന്താ സംഭവം എന്ന്
അവരെടുത്ത് അവരെക്കാളും പ്രായം കുറഞ്ഞവർ തന്നെ ചേച്ചി എന്താ സംഭവം എന്നൊന്ന് ചോദിക്കാൻ ഉള്ള ഒരു 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 ബോധം അവനില്ലല്ലോ. ഇങ്ങനെയാണ് മനുഷ്യർ പലപ്പോഴും. എനിക്ക് അതാണ് അതിനകത്ത് ഞാൻ വല്ലാതെ എനിക്ക് തോന്നിയത്. പലരും ഇത് കണ്ടുകൊണ്ട് പോകുന്നുണ്ട്. ചുമ്മാ നോക്കി കാഴ്ചക്കാരെ പോലെ നോക്കി അനങ്ങാതെ പോന്നു. എന്നാൽ അവിടെ ഇറങ്ങി ഒന്ന് പ്രതികരിച്ച് നീ എന്തുവാ ഇതിലേക്കൂടെ വരുന്നത്, ഇറങ്ങിപ്പോകും തിരിച്ചു എന്ന് പറയാൻ നട്ടല് കാണിക്കണ്ടേ? ഞാൻ കണ്ടാൽ ഞാൻ കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ചിന്തിക്കേണ്ടത്, ആളുകൾ ഇങ്ങനെ ഈ നിയമലംഘനങ്ങൾ കാണുമ്പോഴും ഈ തോന്നിവാസങ്ങൾ കാണുമ്പോഴും ഒക്കെ കണ്ണടയ്ക്കുമ്പോൾ വലിയ ധൈര്യമാണ്. അപ്പോൾ ഇവർ ഈ പ്രഭാവതി അമ്മ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ മുതലും പണ്ടും ഇതുപോലെ തടഞ്ഞിട്ടുണ്ട് ആളുകളെ. അന്ന് ഏതോ ഒരുത്തന്നെ തടഞ്ഞപ്പോൾ ഇവരെ അടിച്ചു അവൻ. അപ്പോൾ അത് കേസായി കൊടുത്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവനെ താക്കീത് ചെയ്ത് വിട്ടെന്ന്. താക്കീതെന്ന് പറഞ്ഞാൽ അവന് 2 എണ്ണം കിട്ടണമായിരുന്നു. അത് കൊടുത്തോന്ന് എനിക്കറിയില്ല. ഏതായാലും താക്കീത് ചെയ്ത് വിട്ടു. അന്ന് താക്കീത് എന്ന് പറഞ്ഞാൽ ഇവരെ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ശരി ഒരെണ്ണം കൊടുക്കാതെ വിടത്തില്ല. അത് വേണം, അത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ അതിന് അനീതി കണ്ടാൽ ചെറുക്കുക. അവർ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇതുവരെ അതിനൊരു പബ്ലിസിറ്റി വന്നിട്ടില്ല. പക്ഷേ ഇത് ആരോ ഒരാൾ ഇത് മുഴുവൻ പകർത്തി കേട്ടോ. ആ പകർത്തിയപ്പോഴും ആ പകർത്തിയ മാന്യനും ഒരു കാര്യം ചെയ്യണമായിരുന്നു കേട്ടോ. ഇറങ്ങി വന്നിട്ടൊന്ന് ചോദിക്കണമായിരുന്നു, നീ അവനെ പറഞ്ഞു വിടണം. അത് മൊത്തം ഷൂട്ട് ചെയ്യേണ്ടത് കൊണ്ടായിരിക്കാം അയാൾ പറഞ്ഞില്ല. പക്ഷേ അത് ഏതായാലും ഇപ്പോൾ അത് വൈറലായതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. ഇനി ഇത് ഈ ഏതായാലും അവിടെ MVI ഒക്കെ ഇത് കാണുമല്ലോ, ഇതൊന്ന് കാണണം. കണ്ടിട്ട് ഇത് ആ സ്കൂട്ടർ തിരിച്ചറിയാം, അതിൻ്റെ നമ്പർ അതിൽ നിന്ന് വ്യക്തമാണ്, കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ട് അതിനകത്തുനിന്ന് ആ നമ്പർ എടുത്തിട്ട് ഇവൻ്റെ സ്കൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിഞ്ഞ് പിടിപ്പിക്കണം. അതാ ചെയ്യേണ്ടത്. എന്നിട്ട് ഇവൻ്റെ ലൈസൻസ് കുറേ നാളത്തേക്കെങ്കിലും സസ്പെൻഡ് ചെയ്യണം. അല്ലെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. സ്കൂട്ടർ ഓടിക്കണ്ട. കാരണം അവന് തറയിൽ കൂടെ ഓടിക്കാൻ അറിഞ്ഞൂടാ, റോഡിൽ കൂടെ അവനെ ഓടിക്കാൻ അറിഞ്ഞൂടാ. അവന് ആരുടെയെങ്കിലും നെഞ്ചത്തൂടെ ഓടിക്കാൻ അറിയാവുള്ളത് ഈ സാധനം. അതുപോലെ വൃത്തികെട്ട ഒരുത്തനാണ്. ഈ സ്ത്രീയുമായിട്ട് നിന്ന് ഒരുപാട് നേരം അവൻ തർക്കിക്കുന്നു. അതാണ് പ്രശ്നം. എന്നാൽ ഇത് പറഞ്ഞുണ്ടെങ്കിൽ നിയമലംഘനമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി എനിക്കിതിലേ പോകേണ്ട വഴി, അത് നിങ്ങൾ ഒഴിഞ്ഞങ്ങ് പോയാൽ പോരെ എന്ന് ചോദിക്കുക. അവൻ ഒഴിഞ്ഞു പോകാൻ അവർക്ക് മനസ്സിലെന്ന് അവർ പറഞ്ഞു. ഫുട്പാത്ത് അവരുടേതാണ്, നടക്കേണ്ടതാണ്. അവൻ ഒഴിഞ്ഞു പോകണം, അല്ലാതെ അവൻ റോഡിൽ ഇറങ്ങി പോകണം. അല്ലാതെ ഈ ഫുട്പാത്തിൽ കൂടെ അവരൊഴിഞ്ഞു പോയി ഇത്ര കുറേ നേരം അവൻ നിന്ന് തർക്കിക്കുന്നു എന്നുള്ളതാണ്. അതാ ഞാൻ വൃത്തികെട്ടവനെന്ന് ഞാൻ പറഞ്ഞത്. കുറേ നേരം അവൻ നിന്ന് തർക്കിക്കുന്നു, നമുക്ക് കാണാം. അതിൻ്റെ വീഡിയോകളെല്ലാം വന്നിട്ടുണ്ട്, എല്ലാത്തിലും ഉണ്ട്. എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. രാവിലെ ഞാനിതിരുന്ന് കാണുന്ന എയർപോർട്ടിലായിരുന്നപ്പോഴാണ് ഞാനിത് കാണുന്നത്. അത് കാരണം എനിക്ക് സമയം കിട്ടിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാനിത് പറയാതിരിക്കുന്നത് ദോഷമാണ്. കാരണം ഇങ്ങനെ ഒരു മോശമാണ്. ഇതുപോലൊരു സ്ത്രീ ഒരു നല്ല കാര്യം ചെയ്തു, പ്രായമുള്ള ഒരു സ്ത്രീ. അവർക്ക് ഇങ്ങനെ പ്രതികരണശേഷി ഉണ്ടായല്ലോ. ഈ പ്രതികരണശേഷി വേണം എല്ലാവർക്കും, ഏത് കാര്യത്തിലായാലും. ഒരു സ്ത്രീയെ ഒരുത്തം ഉപദ്രവിച്ച് കടന്നു പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചില കാണുന്നവന്മാരുണ്ടല്ലോ അനങ്ങാതങ്ങ് പോകും. ഒരു സ്ത്രീയെ ബസ്സിൽ വെച്ച് ഉപദ്രവിച്ചപ്പോൾ ഒരൊറ്റ പാസഞ്ചർ ഉണ്ടല്ലോ, സ്ത്രീകൾ ഉൾപ്പെടെ അനങ്ങിയില്ല. അവർ പരാതിപ്പെട്ടിട്ട് ആ കണ്ടക്ടറുടെ പ്രവൃത്തി മൂലം മാത്രമാണ് അവസാനം അത് പിടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞതുപോലെ ഇത് ആളുകൾക്ക് പ്രതികരണശേഷി ഇല്ല. അവൻ്റെ എൻ്റെ കാര്യമല്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനല്ല. നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി ജീവിക്കുമ്പോഴല്ല, അന്യരുടെ കാര്യത്തിനും കൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇരട്ടി സന്തോഷം കിട്ടുന്നതെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അതാ വേണ്ടത്. ആ രീതിയായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി ഇത് കണ്ടപ്പോൾ. കാരണം ഇങ്ങനൊരു സംഭവം, പ്രതികരണശേഷിയുള്ള ഒരു മലയാളി സ്ത്രീയെ ഞാൻ കണ്ടു. വളരെ നന്നായി. ഇനിയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കട്ടെ.